സോ ഇനിയുള്ളത് 14th ക്വസ്റ്റ്യനാണ്. 14th ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് വെച്ചാൽ എ റേ ഓഫ് ലൈറ്റ് അണ്ടർഗോസ് ഡീവിയേഷൻ വെൻ ഇറ്റ് എൻറ്റേഴ്സ് ഒബ്ലീക്ലി. ഒബ്ലീക്ലി എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞ്. ഒരു റേ ഓഫ് ലൈറ്റ് ചെരിഞ്ഞ് വരികയാണ്. എങ്ങനെ? ഫ്രം എയർ ടു അനദർ മീഡിയം. എയറിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ഒരു ലൈറ്റ് റേ ചെരിഞ്ഞ് വീഴുമ്പോൾ അത് എന്താ സംഭവിക്കുക? അണ്ടർഗോസ് ഡീവിയേഷൻ. നമുക്കറിയാം അണ്ടർഗോസ് ഡീവിയേഷൻ. സോ ഇനി പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ. എയറിലുള്ള സമയത്ത് ലൈറ്റിൻ്റെ സ്പീഡ് എത്രയാണ് പറയുന്നത്? 3 × 10⁸ m/s. ഇതിനാണ് നമ്മൾ മീഡിയം 1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, മീഡിയം 1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇൻ സെക്കൻഡ് മീഡിയം ഇറ്റ്സ് 2 × 10⁸. ഇതിൻ്റെ അകത്തുള്ള സ്പീഡ്, സെക്കൻഡ് മീഡിയത്തിലകത്തുള്ള സ്പീഡ് എത്ര വരുന്നത്? 2 × 10⁸ m/s. നമ്മുടെ ചോദ്യം ഇതാണ്, വെൻ ദ ലൈറ്റ് റേസ് എൻറ്റേഴ്സ് ഒബ്ലീക്ലി ഫ്രം എയർ ടു ദ സെക്കൻഡ് മീഡിയം. ചെരിഞ്ഞത് വരുന്ന സമയത്ത്, ഇവിടെ ഒരു നോർമൽ വരയ്ക്കുന്നുണ്ട്, അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അപ്പോൾ ചെരിഞ്ഞത് വരുന്ന സമയത്ത് എങ്ങോട്ടേക്കാണ് പോവുക എന്നുള്ളതാണ്. ഡീവിയേറ്റ് ടുവാർഡ്സ് ദ നോർമൽ, ഡസ് നോട്ട് ഡീവിയേറ്റ് അവേ ഫ്രം ദ നോർമൽ, അണ്ടർഗോസ് TIR. അപ്പോൾ ഈ 4 ഓപ്ഷനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഞാൻ പറയട്ടെ, ഇവിടെ സ്പീഡ് 3 × 10⁸, താഴത്തിൽ സ്പീഡ് 2 × 10⁸. സ്പീഡ് എന്താ സംഭവിച്ചത്? കൂടുകയാണോ കുറയാണോ? കുറയാണ് ചെയ്തത്. സ്പീഡ് എന്തായി? കുറഞ്ഞു. സ്പീഡ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത് റയറും താഴത്തുള്ള ഡെൻസറും ആയിരിക്കുമല്ലേ. ട്രാഫിക് ഇല്ലാത്ത ഒരു റൂട്ടിൽ നിന്ന് കുറേ ബ്ലോക്കുള്ള റൂട്ടിലേക്ക് കയറുമ്പോഴല്ലേ സ്പീഡ് കുറയാം? അല്ല, അപ്പോൾ താഴത്തായിരിക്കുമല്ലോ ഡെൻസർ വരിക. അപ്പോൾ ഓക്കെ, സോ മുകളിലത്തത് റയറും താഴത്തെ ഡെൻസറും. ഞാനിവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാണ്, ഇത് റയറും ഇത് ഡെൻസറും. റയറിൽ നിന്ന് ഡെൻസറിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കാം? ഡീവിയേറ്റ് ടുവാർഡ്സ് ദ നോർമൽ. അപ്പോൾ എൻ്റെ ആൻസർ എന്താ വരിക? എൻ്റെ ആൻസർ എന്താ നമുക്ക് പറയാൻ പറ്റുക? ഡീവിയേറ്റ് ടുവാർഡ്സ് നോർമൽ. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബി എന്ന് പറഞ്ഞ് ചോദിക്കുന്നത് കാൽക്കുലേറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N ഓഫ് ദ സെക്കൻഡ് മീഡിയം കേട്ടോ. രണ്ടാമത്തെ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ ഞാനിവിടെ എഴുതാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇതിൻ്റെ അകത്ത് ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, ചെറിയൊരു ഇക്വേഷനാണ്. എന്താ അത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N = എന്താ വരിക? N = C/V. C എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം അല്ലേ. വാക്വത്തിൽ ലൈറ്റിൻ്റെ സ്പീഡ് എത്രയാണ്? 3 × 10⁸ അല്ലേ. വിൻ്റെ വാല്യൂ, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം, വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം ആണ് ചോദിക്കുന്നത്. അപ്പോൾ അതെന്താ? സെക്കൻഡ് മീഡിയത്തിലത് ചോദിച്ചത്. സെക്കൻഡ് മീഡിയത്തിലെ ലൈറ്റിൻ്റെ സ്പീഡ് എത്രയാണെന്ന് പറഞ്ഞത്? 2 × 10⁸. ശ്രദ്ധിക്കുക, N = C/V എന്നാണ്. N എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, C എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം, V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദാറ്റ് ലൈറ്റ് അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ദാറ്റ് ലൈറ്റ് ഇൻ ദ റെസ്പെക്റ്റീവ് മീഡിയം. ഏത് മീഡിയത്തിനാണോ നമ്മൾ ചോദിച്ചത് അതിൻ്റെ. അപ്പോൾ മീഡിയം 2 എന്നാണ് പറഞ്ഞത്. അപ്പോൾ മീഡിയം 2ൻ്റെ സ്പീഡ് 2 × 10⁸. അപ്പോൾ ഞാൻ അവിടെ എഴുതി, ഇനി വാല്യൂസ് കൊടുക്കുക. N = 3 × 10⁸ divided by 2 × 10⁸. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാം. 3/2 എന്ന് പറയുമ്പോൾ എത്ര വരിക? 3 ÷ 2 എന്ന് പറയുമ്പോൾ 1.5. ഓക്കെ, 1.5 ആണ് ആൻസർ വരിക. N = 1.5. N = 1.5. ഓക്കെ, ഇതാണ് 14th ക്വസ്റ്റ്യൻ A ആൻഡ് B ഉള്ളത് കേട്ടോ. ഇനി നിങ്ങൾക്കുള്ളത് 15th ക്വസ്റ്റ്യൻ. 15th ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ദ പെരിമീറ്റർ ഓഫ് എ ട്രാക്ക് ഇസ് 400 മീറ്റർ. ട്രാക്ക് സർക്കുലർ ആണെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ നമുക്ക് വെറുതെ അനാവശ്യമായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് കൊണ്ടുവരണ്ട. നമുക്കൊരു ട്രാക്ക് ഇവിടെ വരയ്ക്കാം. ഓക്കെ, ഇതൊരു ട്രാക്കാണ്. സോ പെരിമീറ്റർ ഓഫ് എ ട്രാക്ക് 400 മീറ്ററിൻ്റെ ട്രാക്കാണ്. അനാവശ്യമായിട്ടുള്ള കോംപ്ലിക്കേഷൻ ഉണ്ടായാൽ ആൻസർ കിട്ടാണ്ടാവും. ഓക്കെ, ആവശ്യം പറയുമ്പോൾ മാത്രം നമ്മൾ ചെയ്താൽ മതി. 400 മീറ്ററിൻ്റെ ഒരു ട്രാക്കാണ്. സോ ആൻ അത്ലറ്റ് ക്യാൻ കവർ ദ ഫുൾ ട്രാക്ക് ഇൻ 50 സെക്കൻഡ്. 400 മീറ്റർ കവർ ചെയ്യാൻ, 400 മീറ്റർ സ്റ്റാർട്ട് ടു ഫിനിഷ് കവർ ചെയ്യാൻ അയാൾ എത്ര സെക്കൻഡ് എടുക്കുക? 50 സെക്കൻഡ്. ഓക്കെ, 400 മീറ്റർ കവർ ചെയ്യാൻ എത്ര എടുക്കുക? 50 സെക്കൻഡ്. പറയുന്നതാണ് ഇഫ് യു റൺസ് ഫോർ 100 സെക്കൻഡ്, 100 സെക്കൻഡ് റൺ ചെയ്താൽ കാൽക്കുലേറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടൈമിൻ്റെ വാല്യൂ എത്രയാണെന്ന് പറയാം. ടൈം അവർ പറഞ്ഞത് 100 സെക്കൻഡ്. ഇവിടെ എഴുതാം കേട്ടോ ഞാൻ, 100 സെക്കൻഡ്സ്. ടു ആൻഡ് ഫ്രോം മോഷനിലായാലും ഓടാന്ന് വിചാരിച്ചാലും മതി, എങ്ങനെയായാലും മതി. സോ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ അത്ലറ്റ് ഇൻ 50 സെക്കൻഡ്? 50 സെക്കൻഡായ സമയത്ത് എത്ര ദൂരം കവർ ചെയ്തെന്നാണ് ചോദിച്ചത്. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കേട്ടോ, നിങ്ങൾ കൺഫ്യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സാധനം തന്നിട്ട് എയിൽ ഒരു മാറ്റി. അപ്പോൾ നമ്മൾ നോക്കുക. അപ്പോൾ എന്താ വരിക? എൻ്റെ ആൻസർ എന്താ വരിക? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ അത്ലറ്റ് ഇൻ 50 സെക്കൻഡ്സ്. 50 സെക്കൻഡ് ആയപ്പോൾ എത്രയാണെന്ന് പറഞ്ഞാൽ 400 മീറ്റർ. അപ്പോൾ എത്ര വരിക? 400 മീറ്റർ. വാട്ട് ഇസ് ദ സ്പീഡ് ഇൻ ദിസ് ടൈം? സ്പീഡ് ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ
ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് എത്രയാ? 400. സമയം എത്രയാ? 50. ഓക്കെ, 0 കട്ടായി പോയി. 40/5 എത്ര വരിക? 5 × 40, 8 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? 8 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ 8 മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡ്. ഇനി ബീൻ്റെ ആൻസർ നോക്കാം. ബീൻ്റെ ആൻസർ, വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് അത്ലറ്റ് ഇൻ 100 സെക്കൻഡ്സ്? നോക്കണേ, ഈ ക്വസ്റ്റ്യൻ വരുന്ന സമയത്താണ് നമ്മൾ ഇവിടെ ഞാൻ പറഞ്ഞ സംഗതി ഇൻവാലിഡ് ആവാം. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് അത്ലറ്റ് ഇൻ 100 സെക്കൻഡ്സ്. ശ്രദ്ധിക്കുക ഇവിടെ നോക്കാം. 50 സെക്കൻഡ് ഇവിടേക്ക് റൺ ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കട്ടോ, 50 സെക്കൻഡ് ഇവിടേക്ക് റൺ ചെയ്തു. അത് അങ്ങോട്ട് റൺ ചെയ്തിട്ട് പിന്നെ ഒരു 50 സെക്കൻഡ് ഇങ്ങോട്ടേക്ക് റൺ ചെയ്തു. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ എത്ര വരിക? ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കുമ്പോൾ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ അല്ലേ നോക്കാം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂ ഇനീഷ്യേറ്റ് ചെയ്ത സ്ഥലത്ത് തന്നെ അയാൾ തിരിച്ചെത്തി, അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് വരും. അപ്പോൾ അത്ര ഡിസ്പ്ലേസ്മെൻറ്റ് കാണിക്കുക 0. ഈ ട്രാക്ക് ആണെങ്കിൽ 0. ഇനി നമുക്കൊരു സർക്കുലർ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കൊരു സർക്കുലർ നോക്കാം. ഓക്കെ, ഇവിടെയാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരിക. ട്രാക്ക് സർക്കുലർ എടുത്തിട്ടില്ല, കൺഫ്യൂഷൻ ഇവിടേക്ക് വരിക. സോ ഇതാണ് സ്റ്റാർട്ട്. നോക്കാം, ഇവിടാണ് സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റാർട്ടിൽ നിൽക്കുമ്പോൾ ഇത് ഫുള്ള് എത്രയായി? 50 സെക്കൻഡിൽ ഫുൾ ഓടി, 50 സെക്കൻഡിൽ ഫുൾ ഓടി. ഫസ്റ്റ് ഓട്ടമാണേ. പിന്നെ അടുത്ത 100 ചോദിച്ചു നമ്മളടുത്ത്. അപ്പോൾ പിന്നെ ഈ രണ്ടാമത് ഒന്നും കൂടി ഓടി. അപ്പോഴെങ്ങോട്ട് തന്നെ എത്തിയേ? എവിടേക്ക് തന്നെ എത്തിയേ? ഇനിഷ്യേറ്റ് ചെയ്ത് പോയിട്ടല്ലേ സ്റ്റാർട്ടിലേക്ക് തന്നെയല്ലേ എത്തി. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂ എത്ര വരിക? 0 ആണ് വരിക. ഓക്കെ, കാൽക്കുലേറ്റ് ദ വെലോസിറ്റി ഓഫ് ദ അത്ലറ്റ് ഇൻ ദിസ് ടൈം. വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്താ? വെലോസിറ്റി ഇൻഡിക്കേഷൻ, വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. 0 ഡിവൈഡഡ് ബൈ എത്രയാ? 100. വാല്യൂബിൾ അല്ല, 0. ഓക്കെ, 0 ആണ് ആൻസർ വരിക. ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവില്ല. ആ 100 മാറി ചെറിയൊരു വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ വ്യത്യാസം ഉണ്ടായിരുന്നു, പക്ഷേ ഇതിൽ അറിയില്ല. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 16 ഗ്രാഫ് വരയ്ക്കാനാണ്. ഗ്രാഫ് ഞാൻ ഫ്രീ ഹാൻഡായിട്ട് ഡ്രോ ചെയ്യുകയാണ്. നിങ്ങൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾ മനസ്സിലാക്കുക. ശ്രദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, ടൈം എപ്പോഴും മാർക്ക് ചെയ്യുക. എവിടെയാണ് ടൈം? ഓൾ ദ ടൈം ഓൾവേസ് ഇതിലെ മാർക്ക് ചെയ്യുക, ഓൾവേസ് എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്യുക. ഇത് വളരെ പല ആൾക്കാർ തെറ്റിക്കുന്നതാണ്, അത് മനസ്സിലാക്കുക. ഇനി വെലോസിറ്റി അപ്പോൾ നമ്മൾ ഇതിലേക്ക് മാർക്ക് ചെയ്യാം. മറ്റേത് എക്സിലാണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി വൈ ആക്സിസ്. ഓക്കെ, അത് വേറെ എന്താണെന്നുണ്ടെങ്കിൽ ടൈം വന്നാൽ എക്സിൽ കൊടുക്കുക, ബാക്കിയുള്ളതൊക്കെ വൈയിൽ കൊടുക്കുക. ഇനി ചോദ്യം റെപ്രസെൻറ്റ് ദിസ് ഗ്രാഫും പിന്നെ ഫൈൻഡ് ഡിസ്പ്ലേസ്മെൻറ്റും. ഓക്കെ, നമുക്ക് ആദ്യം ഗ്രാഫിൻ്റെ ഏകദേശം ഒരു ഐഡിയ നോക്കാം. ഞാൻ ഗ്രാഫിൻ്റെ ഒരു ഐഡിയ ഏകദേശം വരയ്ക്കുകയാണ്. ഞാൻ 0, 2, 4, 6, 8, 10, 12, 14, 16, 18. ഇവിടെ 0, 10, 20, 30 ഇത്ര മതി. ഓക്കെ, ഇത്ര വരുന്നുള്ളൂ. ഇനി അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം? ഇത് മാർക്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ 0 0 ആണ്, 2 10. ഓക്കെ, 2 10. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. 2 10, 2 10 കൊടുത്തു. പിന്നെ 4 20 ഇവിടെ കൊടുത്തു. 6 30 മാർക്ക് ചെയ്യണം, പോയിൻ്റ് മാർക്ക് ചെയ്യണേ, മുകളിൽ കൊടുത്തു. ഇനി 8 30, 8 അങ്ങനെ കണ്ടിന്യൂസ് ചെയ്ത് 12 വരെ 30. സോ 8 30 കൊടുത്തു, 10 30 കൊടുത്തു, 12 30 കൊടുത്തു. സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. ഇനി പിന്നെ 20 10 0 ആയിട്ട് വരിക. 14 എത്തുമ്പോൾ ഇവിടെ വരണേ 20, 16 എത്തുമ്പോഴോ 10, 18 എത്തുമ്പോഴോ 0. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും വരിക? ഒരു സ്ട്രെയിറ്റ് ലൈൻ മുകളിലോട്ടേക്ക് ജോയിൻ ചെയ്ത് സ്ട്രെയിറ്റ് ലൈൻ മുകളിലോട്ടേക്ക് കുറച്ച് സ്ട്രെയിറ്റ് ലൈന്, പിന്നെ അതേമാതിരി തന്നെ താഴത്തേക്ക്. ഓക്കെ, ഇങ്ങനൊരു ഫിഗർ ആയിരിക്കും വരിക. അപ്പോൾ ഇനി നമ്മൾ ചോദിക്കണം എന്താ പറഞ്ഞത്? ഫൈൻഡ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് ചോദിക്കുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, വെലോസിറ്റിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞു എന്താ? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും? ടൈം ഇൻറ്റു വെലോസിറ്റി അല്ലേ? ടൈം ഇങ്ങനെ പോയി കാണുമെങ്കിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താ? വെലോസിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താ വരിക? ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. വെലോസിറ്റി ഇൻറ്റു ടൈം ഇങ്ങോട്ട്, വെലോസിറ്റി ഇങ്ങോട്ട്. ഓക്കെ, വെലോസിറ്റി ഇൻറ്റു ടൈം.
ഇതിൻ്റെ ഉള്ളിലുള്ള ഏരിയ കണ്ടാലേ മതി എന്ത് ഡിസ്പ്ലേസ്മെൻ്റ് ആയി. ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് അസ് ഡിസ്പ്ലേസ്മെൻറ്റ്. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, ഡൗട്ട് അടിച്ച് നിൽക്കരുത്. അപ്പോൾ നോക്കുക, 6ലാണ് 30 സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇവിടെ 6 ഞാൻ അങ്ങനെ കണക്ട് ചെയ്യാം, 6ലേക്ക് താഴത്തെ കണക്ട് ചെയ്യാം. ഇവിടെ എവിടെയാണ് 12ലാണ് ഒരു 30 ഉള്ളത്. അപ്പോൾ എനിക്ക് എന്തൊക്കെ കിട്ടി? ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടി, ഒരു സ്ക്വയർ കിട്ടി, അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ കിട്ടി, എല്ലാം ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടി. അപ്പോൾ 2 ട്രയാങ്കിളും ഒരു സ്ക്വയറും ആയിരുന്നു ഒരു ഫിഗറും. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയൻ്റെ ഇക്വേഷൻ ഹാഫ് ബി എച്ച് സ്ക്വയർ അല്ലേ, ഇങ്ങനെയല്ലേ വരാം. അപ്പോൾ ഒന്നാമത്തെ ട്രയാങ്കിളാണ്. ഒന്നാമത്തെ ട്രയാങ്കിൾ എത്ര ഡിസ്റ്റൻസ് എത്രയാണ്? 6. ബേസ് എത്രയാണ് വരുന്നത്? 6. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് 6 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് എത്ര വരുന്നത്? 30 സ്ക്വയർ ആണ്. 30 ഇൻറ്റു 30. ഓക്കെ, 30 ഇൻറ്റു 30. ഓക്കെ, 1/2 ഇൻറ്റു 6 ഇൻറ്റു 30 ഇൻറ്റു 30. 1/2 6ൽ പോയി 3. ഓക്കെ, 3 ഇൻറ്റു 30 90. 90 ഇൻറ്റു 30 3 എത്രയാണ്? 27. 2 0 കൊണ്ട് 2700. ഒന്നിൻ്റെ കിട്ടി കേട്ടോ. ഇനി ഈ സ്ക്വയർ നോക്കാം. സ്ക്വയറിൻ്റെ കേസിൽ ഫസ്റ്റ് സ്ക്വയർ ഇനി 6 മുതൽ 12 വരെ. അപ്പോൾ L/B അല്ലേ നമുക്ക് വരിക. അപ്പോൾ എത്ര? 6 എക്സിലുള്ളത് 6. ഈ മുകളിലോട്ടേക്ക് എത്രയാണ് ഉള്ളത്? 30 ആണുള്ളത്. 6 ഇൻറ്റു 30 എത്ര വരിക? 180 കിട്ടി. ഇനി രണ്ടാമത്തെ ട്രയാങ്കിൾ. ഓക്കെ, രണ്ടാമത്തെ ട്രയാങ്കിളും പറഞ്ഞ മാതിരി ഹാഫ് ഇൻറ്റു ബി എച്ച് സ്ക്വയർ. സെയിം സാധനമല്ലേ, 12 18ലേക്ക് 6ആണ്, ബേസ് 6 തന്നെയാണ്, മുകളിലോട്ടേക്ക് 30 തന്നെയാണ്. അപ്പോൾ സെയിം വരിക, 2700 തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ എത്ര വാല്യൂ എത്ര വരിക നോക്കാം. 2700 പ്ലസ് 2700 പ്ലസ് 180 എത്ര വരിക? 5580. വെലോസിറ്റി ആണ് ഇത് വരിക. മീറ്റർ പെർ എന്താ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. എത്ര വരിക? മീറ്റർ. 5580 കേട്ടോ. ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു 5580 മീറ്റർ. ഇങ്ങനെയാണ് സോൾവ് ചെയ്യുക. നിങ്ങൾക്ക് സോൾവബിൾ ആയിട്ടുള്ള ഫിഗേഴ്സ് ആയിരിക്കും കിട്ടുക ഗ്രാഫ് സോൾവ് ചെയ്യുമ്പോൾ. ഓക്കെ, 16A ആണ് ഇപ്പോൾ ചെയ്തത്. ഇനിയുള്ളത് 16B ഉണ്ട്. 16B നോക്കാം. 16Bയിൽ ഒരു ഗ്രാഫ് തന്നെയാണുള്ളത്. റെപ്രസെൻറ്റിങ് ഗ്രാഫ്. നമുക്ക് ഗ്രാഫിലേക്ക് നോക്കാം. ഓക്കെ, ഞാൻ കുറച്ച് അടുപ്പിച്ച് വരയ്ക്കുകയാണ്. റെപ്രസെൻറ്റിങ് ഗ്രാഫ് കുറച്ച് വലുതാക്കി വരയ്ക്കാം. നോക്കാം. 0 2 4 6 8 10 12 14 16 18 20 22. ഇനി സെയിം തന്നെ നോക്കാം. 20ൻ്റെ ഇതിൽ ഡിവൈഡ് ചെയ്യാം കേട്ടോ. 20 എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 20 40 60 80 100 120 140 160 180. ഓക്കെ, അത് മതി. 20 40 60 80 100 120 140 160 180. 20ൻ്റെ കേസിൽ ഡിവൈഡ് ചെയ്യാൻ കാരണം വെച്ചാൽ ഇവിടെ പോകുന്ന ടേബിൾ തന്നിട്ടുള്ള വാല്യൂസ് 20ലാണ്. 20ൻ്റെ സീക്വൻസാണ്. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻസാണ്. അപ്പോൾ 2ൽ 20 ഇങ്ങനെ പറയാം. ഇങ്ങനെ നോക്കുക, 2ൽ 20. ഓക്കെ, ഇത് ടേബിളാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ഇങ്ങനെയാണ് എഴുതിയത്. 2ൽ 20 4ൽ 40 ഇങ്ങനെയാണുള്ളത്. 2ൽ 20 ഞാൻ പോയിന്റ് വെച്ച് മാർക്ക് ചെയ്തു. 4ൽ 40 ഞാൻ പോയിന്റ് വെച്ച് മാർക്ക് ചെയ്തു. 6ൽ 60 അതും മാർക്ക് ചെയ്തു. ഇനി 8ൽ 80 അതും മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി 10ൽ 80. 8ൽ കൂടുന്നില്ല. 10ൽ 8ൽ കൂടുന്നില്ല. ഓക്കെ, 10ൽ 8ൽ കൂടുന്നില്ല. പിന്നെ 12ൽ 80. ഓക്കെ, ഇനി 14ൽ 80. 14ലും പറഞ്ഞ മാതിരി 80. 16ൽ വരുന്ന സമയത്ത് പിന്നെ 100ലേക്ക് കയറാം. 100ലേക്ക് കയറാം, ഒരു ചാട്ടം മുന്നോട്ട്. 16ൽ വരുന്ന സമയത്ത് 100. പിന്നെ 18ൽ എത്തുന്ന സമയത്ത് 120 മാർക്ക് ചെയ്തു. പിന്നെ വരുന്നത് 20ൽ നിൽക്കുമ്പോൾ 140. പിന്നെ ഇൻക്രീസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കാം. പിന്നെ ഉള്ളത് 22ൽ നിൽക്കുന്ന സമയത്ത് 160. കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്തു. ഓക്കെ,
ഈ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് നോക്കാം. ഇങ്ങനൊരു ഗ്രാഫാണ് കിട്ടുന്നത്. ഓക്കെ, സോ ഈ ഒരു ഗ്രാഫ് ഇത് എക്സാക്ട് മെഷർമെൻറ്റ്സ് എടുക്കുമ്പോൾ നല്ല വൃത്തിയിൽ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ, സെൻറ്റിമീറ്റേഴ്സിൽ ഗ്യാപ്പ് എടുത്തെടുക്കുമ്പോൾ 1 സെൻറ്റിമീറ്റർ ഇസിക്കൽ 20, 1 സെൻറ്റിമീറ്റർ ഇസിക്കൽ 20 മീറ്റർ എന്നുള്ള കണക്കിലും, പിന്നെ 1 സെൻറ്റിമീറ്റർ ഇസിക്കൽ 2 സെക്കൻഡ് സ്കെയിലിലും എടുക്കുക കേട്ടോ. ടൈമാണ് എക്സൽ, ശ്രദ്ധിക്കുക, ടൈമാണ് എക്സൽ. മുകളിലോട്ടേക്ക് ആരാണ്? ഡിസ്റ്റൻസാണ്. ഓക്കെ ഓക്കെ ഈ റെപ്രസെൻ്റ് ചെയ്തു, ഗ്രാഫ് റെപ്രസെൻ്റ് ചെയ്തു. ഫൈൻ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ 17th സെക്കൻഡ്. ഡിസ്റ്റൻസ് കവേർഡ് കേട്ടോ, എത്ര ദൂരം ഓടിയെന്നാണ് ചോദിക്കുന്നത്. 17th സെക്കൻഡിൽ എത്ര ദൂരം ഓടിയെന്ന് ചോദിക്കുന്നത്. 16ൽ വരുന്ന സമയത്ത് നമുക്ക് പറയാം, 16ൽ വരുന്ന സമയത്ത് 100ഉം 18ൽ വരുന്ന സമയത്ത് 120. 16ൽ 100ഉം 18ൽ 120. സോ 17ൽ എന്തൊക്കെയാ അപ്പോൾ നടുത്ത പോയിന്റിൽ വരാം 110. 17 അവിടെ വരച്ചിട്ടില്ല, സോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുമില്ല. സോ ഞാനായിട്ട് വരയ്ക്കുകയാണ്, നിങ്ങൾ വരയ്ക്കണം. 17ൽ എത്ര വരിക? 110. ഓക്കെ, 110 ഏകദേശം ഇവിടെ ഉണ്ടോ ഈ ഒരു പോയിന്റ്. ഇതാണ് 110 എന്ന് പറഞ്ഞ പോയിന്റ്. ഓക്കെ, 110. ഇതാണ് ഫൈൻ ദ ഡിസ്റ്റൻസ് കവേർഡ്. ഡിസ്റ്റൻസ് എത്രയാണ്? 17th സെക്കൻഡിൽ എത്ര ഡിസ്റ്റൻസ്? 110 meters has been covered in 17 seconds. സ്റ്റേറ്റ്മെൻറ്റ് വൈസ് എഴുതിയ ഫുൾ മാർക്ക്. ഓക്കെ, 16B ആണത്. ഇനി നമുക്ക് നോക്കാം, ഇത് ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇത് നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് സ്കിൽസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഫിസിക്സും കൂടാതെ എങ്ങനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള മനസ്സിലാക്കാനുള്ള അങ്ങനത്തെ ചോദ്യം കൂടിയാണ്. ഓക്കെ, കമൻറ്റ് ഓൺ ദ ഫോളോയിങ്. എ പേഴ്സൺ വാക്സ് അലോങ് ദ സൈഡ് ഓഫ് ദ റോഡ് വിത്ത് ഡാർക്ക് കളേർഡ് ഡ്രസ്സ്. രാത്രികളിൽ അല്ലെങ്കിൽ രാത്രികളാണ് പറയുന്നത്, ഡിം ലൈറ്റാണ്. ഡാർക്ക് കളർ ഡ്രസ് വെൻ ദർ ഇസ് ഡിം ലൈറ്റ്. ഡിം ലൈറ്റുള്ള സമയത്ത്, രാത്രി സമയത്ത് ഡാർക്ക് കളർ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് റോട്ടിൽ കൂടെ പോകുന്ന വണ്ടികൾക്ക് നിങ്ങളെ കാണാൻ കഷ്ടപ്പാടായിരിക്കും. ഒരു നേരം വണ്ടി ഓട്ടുന്ന സമയത്ത് നമ്മൾ കുറേ കാണുന്നതാണ്. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൾക്കാരെ പെട്ടെന്ന് എന്താ പറയുക അപ്പിയർ എന്ന കാര്യമാണ് നമുക്ക് തോന്നുക. ഓക്കെ, ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾ എഴുതട്ടോ, നിങ്ങൾ എഴുതാം. ഇനി രണ്ടാമത്തത്, എ പെഡസ്ട്രിയൻ, ഒരു വഴിയാത്രക്കാരൻ, വാക്സ് അലോങ് ലെഫ്റ്റ് സൈഡ് ഓഫ് ദ റോഡ്. ഓൾവേസ് വാക്ക് ഓൺ ദ റൈറ്റ് സൈഡ് കേട്ടോ. ഓൾവേസ് വാക്ക് ഓൺ റൈറ്റ് സൈഡ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വണ്ടി വരുന്നത് നമ്മൾ ഫേസ് ചെയ്യണം, നമ്മൾ ഫേസിൽ കാണണം. വണ്ടി എന്തെങ്കിലും ഒരു അൺകൺട്രോളബിൾ ആയിട്ട് വരുന്നത് നമുക്ക് മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന് നമ്മൾ ഐസിൻ്റെ മുമ്പിലേക്ക് വരിക്കണം. അതുകൊണ്ടാണ് വലത്തെ ഭാഗത്ത് നമ്മൾ നടക്കുക എന്ന് പറയാം. ഓക്കെ, വലത്തെ ഭാഗത്താണ് നടക്കുക റോഡിൻ്റെ. ഓക്കെ, വിച്ച് ഹാസ് നോ ഫുട്പാത്ത്. നോക്കണം, ശ്രദ്ധിക്കണം, ഫുട്പാത്ത് പോലും ഇല്ല. ബാക്കിലൊന്നും ഇടിച്ചാൽ പോലും കാണേ കൂടിയില്ല. ഓക്കെ, ഇനി എ പെഡസ്ട്രിയൻ, വഴിയാത്രക്കാരൻ, വാക്സ് അലോങ് ദ റൈറ്റ് സൈഡ്. ഇയാൾ നടക്കുന്നത് എവിടെയാണ്? നല്ലതാ, റൈറ്റ് സൈഡ്. ഓക്കെ, ഓഫ് റോഡ് വിത്തൗട്ട് യൂസിങ് ദ ഫുട്പാത്ത്. കുറേ ആൾക്കാർ അങ്ങനെയുണ്ട്. ഓക്കെ, ഫുട്പാത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ റോഡ് കൂടെ നടക്കും, വണ്ടി പോകുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടാവും. ഇത് തെറ്റാണ്. ഇത് റൈറ്റ് സൈഡ് ശരിയാണ്, പക്ഷെ ഇത് തെറ്റാണ്. ഫുട്പാത്ത് ഉണ്ടെങ്കിൽ ഫുട്പാത്ത് കൂടെ തന്നെ പോകാം. ഓക്കെ, ഇതാണ് 17th A ക്വസ്റ്റ്യൻ. ഇനി 17th B ക്വസ്റ്റ്യൻ. 17th B ക്വസ്റ്റ്യനിൽ റോഡ് സൈഡ് സൈൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 കാറ്റഗറീസ്. 3 കാറ്റഗറി ഉണ്ട്. അത് ഫസ്റ്റ് സെക്ഷൻ എയിൽ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ വെറുതെ ഒന്നുകൂടി പറയാം. 1 ഇൻഫർമേറ്ററി ആണ്, 2 മാൻഡറ്ററി ആണ്, 3 കോഷണറി ആണ്. മാൻഡറ്ററി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അത് റെഗുലേഷനാണ്. അതായത് സൈക്കിൾ പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട്, അതൊക്കെ മാൻഡറ്ററിയാണ്. കോഷണറി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, യൂസ് കോഷൻ വെൻ മൂവിങ് എന്നുള്ളത്. അതായത് ഇപ്പം ഏതാ ഒരു എക്സാമ്പിൾ ഇടാം, ഈ പറഞ്ഞ അതിൽ എക്സാമ്പിളായിട്ട് മൈൻഡിലേക്കൊന്നും വന്നില്ല. എക്സാമ്പിളായിട്ട് കോഷണറി എന്ന് പറയാൻ പറ്റുക, ഈ കെർവ്സിൻ്റെ അകത്തൊക്കെ ഈ വളവ് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ആരോ മാർക്കൊക്കെ വെച്ചിട്ടുള്ള സയൻസ് ഉണ്ടാവും. ഓക്കെ, സ്റ്റീപ്പ് കെർവ് കമ്മിങ് എന്നൊക്കെ പറഞ്ഞ് ഹെയർ പിൻ കെർവ്, വയനാട്ടിലൊക്കെ പോകുമ്പോൾ ഹെയർ പിൻ കെർവ് എന്നൊക്കെ പറഞ്ഞൊരു സംഗതി ഉണ്ടാവും. പിന്നെ മാൻഡറ്ററിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ 4th ക്വസ്റ്റ്യൻ്റെ അകത്തുള്ള പാർക്കിങ്ങിൻ്റെ. ഇനി ഇൻഫർമേഷൻ്റെ അകത്ത് വരുന്നതാണ് ഏത്, ബസ് സ്റ്റാൻഡ്, ടാക്സി സ്റ്റാൻഡ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഓക്കെ, നോ പാർക്കിംഗ്, അങ്ങനത്തെ കുറേ ഇൻഫോർമേറ്റീവായിട്ട് വരുന്നത്. സോ ഇത് 3 എണ്ണം ഇത് ടെക്സ്റ്റിലുണ്ട്, ചാപ്റ്ററിൻ്റെ അകത്ത് പഠിക്കാം. ഓക്കെ, ഇത് അങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ്, കോമൺ നോളജ്, ജനറൽ നോളജ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ.
ഓക്കെ, ഇതിൽ സെക്ഷൻ സി ആണ്. സെക്ഷൻ സി ഇവിടെ എൻഡ് ചെയ്യാണ് കേട്ടോ. സെക്ഷൻ സി കഴിഞ്ഞു. സെക്ഷൻ സി ഈസ് ഓവർ.